റെഡി. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണം മംഗളം. എന്തെങ്കിലും പ്രശ്നം വന്ന് തളരാതെ സങ്കടമില്ലാതെ പുഞ്ചിരിയിരിക്കുക, വീൽ ചെയറിലിരിക്കുകയാണെങ്കിൽ കിടക്കപ്പായി കിടക്കുകയാണെങ്കിലും എല്ലാത്തിനും ഒരു വഴിത്തിരിവുണ്ടാവും. തോറ്റു പോകരുത്. വീഡിയോ കണ്ടത് ഈ ഒരു വീഡിയോ നമ്മൾ ഈ വ്യക്തിയെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് വിജയ് ഫാൻസ് എന്ന രീതിയിൽ അദ്ദേഹം മംഗളം ഡാമെന്ന് ചെന്നൈ വരെ നടന്നു പോയിട്ട് വിജയിനെ കണ്ടു. ആ രീതിയിൽ അദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പെടുത്താവുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ഉണ്ണിക്കണ്ണം മംഗളം ഡാം എന്ന് പറയും. എൻ്റെ നാട്ടുകാരാണ്, പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രീതിയിൽ റിച്ച് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രവൃത്തി അത് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം, ആ ഒരു അരി കൊടുക്കണമെന്നാണ്, 2-3 കിലോ അരിയാണ് കൊടുക്കണം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു റീച്ച് കിട്ടാൻ വേണ്ടി വീഡിയോ ഓണാക്കി റീച്ച് കിട്ടാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് വീഡിയോയുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഒരു ചെറിയൊരു സഹായം ചെയ്യണത്. അപ്പോൾ അതിനെ വല്ല പോപ്പുലറാക്കി അല്ലെങ്കിൽ അവർക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു പാവങ്ങളെ മുതലെടുക്കരുത് അല്ലെങ്കിൽ മുതലെടുക്കുകയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അല്ലാതെ ഉണ്ണിക്കണ്ണം മംഗളം വ്യക്തിയോട് എനിക്ക് യാതൊരുവിധ വൈരാഗ്യമോ വിരോധമില്ല. പക്ഷേ ഈ ഒരു പ്രവൃത്തി അത് എന്തൊരു മോശമായിട്ട് തോന്നി. അതായത് അയാൾ പറയുന്നുണ്ട് എനിക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളെന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നും പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആരും അറിയാതെ ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ലാഭോദ്ദേശത്തോടു കൂടി മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തെ ഇല്ലായ്മയെ മുതലെടുത്ത് അവരുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങളുടെ വീടിനുള്ളിൽ നിൽക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഉദ്ദേശം സ്റ്റാറ്റസ് ഇടാനും റീൽസ് ഇടാനും ലൈക്ക് ഇടാനും അതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ളൊരു മുതലെടുപ്പായി മാറ്റരുത് ഈ പാവങ്ങളുടെ ഈ അവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിനെ. കാരണം നമ്മുടെ മുമ്പിൽ നിന്ന് കൈനീട്ടിട്ടില്ല ഒരിക്കലും അവർ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന ചാരിറ്റി ഒരിക്കലും ആരും അറിയാതെ ചെയ്യാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇതൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തൊരു വിഷമം തോന്നി. നിങ്ങളുടെ തുടക്കത്തിലുള്ളൊരു കാട്ടിക്കൂട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ.